Good morning, everybody. Lecture 7 ൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Fourier sine series of arbitrary periodic functions. അതായത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2π periodic functionsന്റെ ഈ ഓഡ് ഫംഗ്ഷന്റെ സൈൻ സീരീസ് ആയിരുന്നു. ഇനി നമ്മൾ 2π മാറി പൈ മാറിയിട്ട് ജനറൽ ആയിട്ട് 2l പീരീഡ്, അതായത് എല്ലിന് ഏത് വിലയോ, ഫോർ എക്സാമ്പിൾ 6 പീരീഡ് വരുന്ന 2 into 3 അപ്പോൾ 2-3, അതായത് 6 പീരീഡ് വരുന്നത്, അല്ലെങ്കിൽ 10 പീരീഡ് വരുന്നത്, അല്ലെങ്കിൽ 5 പീരീഡ് വരുന്ന, അല്ലെങ്കിൽ 4π പീരീഡ് വരുന്ന, അങ്ങനെ ഏത് പീരീഡിലും ആയി വരുന്ന ഓഡ് പീരീഡ് ഫംഗ്ഷൻ്റെ ഫോറിയർ സൈൻ എക്സ്പാൻഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം പറഞ്ഞ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫോറിയർ സൈൻ സീരീസ് ഓഡ് 2l പീരിയഡിക് ഫംഗ്ഷൻ ഓൺ -l to l. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഫോറിയർ സീരീസിലുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്താണ്, ഈവൻ ആണോ ഓഡാണ്. ഈവനോ ഓഡാണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ ലെറ്റ് എഫ് ബി 2l പീരിയഡിക് ഓഡ് ഫംഗ്ഷൻ ഓൺ ക്ലോസ് ഇന്റർവൽ -l, then Fourier expansion of f of x is a Fourier sine series and is given by f of x equal to sigma n equal to 1 to infinity bn sine n pi x by l, where bn equal to 2 by l integral 0 to l f of x sine n pi x by l dx n equal to 1, 2, 3 etc. അതായത് b1 എന്ന് പറഞ്ഞാൽ 2 by l integral 0 to 1 f of x sine n ന്റെ 1 ആകുമ്പോൾ sine pi x by l dx, b2 പറഞ്ഞാൽ അങ്ങനെ ഓരോ വാല്യൂക്ക് അനുസരിച്ച്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്ത് ഈ b1 ആണ്, bn ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ bn കാൽക്കുലേറ്റ് ചെയ്ത് എഫ് ഓഫ് എക്സിൽ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to infinity bnന്റെ സ്ഥാനത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുന്നതോടുകൂടെ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി, ഈ ആൻസർ കംപ്ലീറ്റ് ആയി. ഏതാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ഫൈൻഡ് ദ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു മോഡ് എക്സ് p ഈക്വൽ ടു 2l ഈക്വൽ ടു 2. 2 പീരീഡ് ആയിട്ട് വരുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു മോഡ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ. ഇത് ഓടാണോ ഈവനാണോ ഒന്നും നമുക്കറിയില്ല, പക്ഷേ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ഫോറിയർ സീരീസിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അത് ഈവനാണോ ഓടാണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഓടാണോ ഈവനാണോ ചെക്ക് ചെയ്യാൻ എഫ് ഓഫ് -x കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് ഓഫ് -x ഈക്വൽ ടു എക്സ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മോഡ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് -x എന്ന് പറയുമ്പോൾ -x മോഡ് -x ഈക്വൽ ടു -x ഇൻറ്റു മോഡ് എക്സ്. കാരണം മോഡുലസ് ഓഫ് -x ഈക്വൽ ടു മോഡ് എക്സ് ആണ്. അപ്പോൾ ഈ മോഡ് -x എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ആയിട്ട് മാറും. അപ്പോൾ -x ഇൻറ്റു മോഡ് -x ഇൻറ്റു മോഡ് എക്സ്, അതായത് എക്സ് മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ -f of x എന്നിട്ട് എഫ് ഓഫ് -x ഈക്വൽ ടു -f of x ഫോർ ഓൾ എക്സ്. സോ എഫ് എന്താണ്, ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. Therefore f is odd function with the period 2. Thus the Fourier series expansion of f of x is Fourier sine series. We have f of x equal to n equal to 1 to infinity bn sine n pi x by l, bn equal to 2 by l integral 0 to l f of x sine n pi x by l dx, n equal to 1, 2, 3 etc. അപ്പോൾ നമുക്ക് 2l ഈക്വൽ ടു 2 ആണ്. അപ്പോൾ l ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to infinity bn സൈൻ n pi x by 1 ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to infinity bn സൈൻ n pi x, bn ഈക്വൽ ടു 2 by l integral 0 to l f of x സൈൻ n pi x by l dx, that is equal to 2 into integral 0 to 1 x mod x sin n pi x dx. നമ്മൾ bn ന്റെ വാല്യൂ കണ്ടാൽ മതിയല്ലോ. ഓക്കെ, ഇപ്പോൾ 0 to 1 x mod x sin. ഇനി നമുക്ക് 0 നും 1 ന്റെ ഇടയിലാണ് x. അപ്പോൾ മോഡ് x എന്ന് പറഞ്ഞാൽ x ആണ്. കാരണം x പോസിറ്റീവ് ആയാൽ മോഡ് x ഈക്വൽ ടു x നെഗറ്റീവ് ആയാൽ മോഡ് x ഈക്വൽ ടു -x. ഇവിടെ x ഇന്റഗ്രൽ 0 to 1 ആയതുകൊണ്ട് x എപ്പോഴും 0 നും 1 ന്റെ ഇടയിലാണ് x-ന്റെ വാല്യൂ വരുന്നത്. അതുകൊണ്ട് x പോസിറ്റീവ് ആണ്. അപ്പോൾ മോഡ് x ഈക്വൽ ടു x. അപ്പോൾ ഇവിടെ നമുക്ക് x mod x sin n pi x by എന്നുള്ളത് എന്തായിട്ട് മാറും, മോഡ് x x ആയിട്ട് മാറും. അപ്പോൾ x ഇൻറ്റു x sin n pi x. അപ്പോൾ 2 ഈക്വൽ ടു ഇൻറ്റഗ്രൽ 2 into integral 0 to 1 x into x എന്ന് പറഞ്ഞാൽ x സ്ക്വയർ. അപ്പോൾ 2 into 0 to 1 x സ്ക്വയർ sin n pi x dx. ഇനി നമ്മൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ 0 to 1 x സ്ക്വയർ sin n pi. അപ്പോൾ
integration by parts apply ആണ്. അതായത് integration by parts പറഞ്ഞാൽ integral uv equal to u into integral v dx minus du integral of du by dx into integral v dx all dx. ഇവിടെ നമ്മൾ u equal to x square എന്ന് എടുക്കാം, v equal to sin n pi x എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ integral 0 to 1 x square sin n pi x കിട്ടും. 2 into x square into v എന്ന് പറഞ്ഞാൽ u എന്ന് പറഞ്ഞാൽ x square, അപ്പോൾ x square into integral v, അതായത് integral sin pi x 0 to 1 minus integral 0 to 1 u എന്ന് പറഞ്ഞാൽ du by dx ആണല്ലോ, അപ്പോൾ u പറഞ്ഞാൽ x square ആണ്, അപ്പോൾ d by dx of x square integral v dx, അതായത് integral sin n pi x dx all dx. അപ്പോൾ നമുക്ക് x square into sin ൻ്റെ integral എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ആണ്, sin n pi x ആകുമ്പോൾ മൈനസ് കോസ് n pi x by n pi. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഇൻറ്റഗ്രൽ അതായത് x square into integral sin pi x dx ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ കോസ് എൻ പൈ എക്സ് ബൈ എൻ പൈ ലിമിറ്റ് 0 to 1 പ്ലസ് ഇവിടെ സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് അപ്പോൾ മൈനസും പ്ലസ് ആയി. അപ്പോൾ നമുക്ക് അതുപോലെ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2/n പൈ ഔട്ട് എടുക്കാൻ പറ്റും. 2/n പൈ ഇൻറ്റഗ്രൽ 0 to 1 x കോസ് n പൈ എക്സ് ഡി എക്സ് എന്ന് കിട്ടി. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് ഇൻറ്റഗ്രൽ യു വി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഈ രണ്ടാമത്തെ ടേമിന് അതായത് 2/π ഇൻറ്റഗ്രൽ 0 to 1 x ഇൻറ്റു കോസ് n പൈ എക്സ് ഡി എക്സ് എന്നുള്ളതിന് നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റത്തെ ടേമിന് നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാമല്ലോ, 0 to 1. അപ്പോൾ 0 അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എക്സ് 1 അപ്ലൈ ചെയ്യുക, അപ്പോൾ മൈനസ് 1 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് ഇൻറ്റു കോസ് എൻ പൈ ഡിവൈഡ് ബൈ എൻ പൈ എന്ന് പറയാം. കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ -1/n, അപ്പോൾ -1 ഇൻറ്റു -1/n അപ്പോൾ -1/n പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പൈ പ്ലസ് 2/n പൈ. നമ്മൾ ഈ രണ്ടാമത്തെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രൽ 0 to 1 x കോസ് n പൈ എക്സ് ആണ്. ഇവിടെ u പറഞ്ഞാൽ എക്സ് ആണ്, വി പറഞ്ഞാൽ കോസ് n പൈ എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ വി എന്ന് പറഞ്ഞാൽ കോസ് n പൈ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ n പൈ എക്സ് ബൈ n പൈ. അപ്പോൾ അത് വാല്യൂ ആയി. പ്ലസ് വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആയി. കോസ് n പൈ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ n പൈ എക്സ് ഡിവൈഡ് ബൈ n പൈ. വീണ്ടും ഒരു സൈൻ n പൈൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് കോസ്, ഇവിടെ മൈനസും പ്ലസ് ആയിട്ട് അങ്ങനെയാണ് ഈ ടേം കിട്ടുന്നത്. അപ്പോൾ കോസ് n പൈ എക്സ് ബൈ n പൈ ഈ ലിമിറ്റ് എടുക്കുക, -1/n പ്ലസ് 1 ഡിവൈഡ് ബൈ n പൈ. ഇവിടെ 0 കൊടുത്താലും 1 കൊടുത്താലും അതായത് എക്സ് ഇൻറ്റു സൈൻ n പൈ എക്സ് 0 എടുക്കുമ്പോഴും 0 ഇൻറ്റു 0 അപ്പോൾ 0 കിട്ടും. 1 എടുക്കുമ്പോൾ 1 ഇൻറ്റു സൈൻ n പൈ കിട്ടും. 1 ഇൻറ്റു സൈൻ n പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ ടേം മിഡിലത്തെ ഈ ടേം എന്താവും 0 ആയിട്ട് മാറും. പ്ലസ് പിന്നെ 2 ഇവിടെ n പൈ 2/n പൈ ഇൻറ്റു n പൈ 2/n പൈ ക്യൂബ് ഇൻറ്റു കോസ് 1 കൊടുക്കുമ്പോൾ x ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ കോസ് n പൈ കോസ് n പൈ എന്ന് പറഞ്ഞാൽ -1/n മൈനസ് 0 എടുക്കുമ്പോൾ കോസ് 0 പറഞ്ഞാൽ 1. അപ്പോൾ അങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത് -1/n -1, അതായത് 2 ഇൻറ്റു -1/n പ്ലസ് 1 ഡിവൈഡ് ബൈ n പൈ പ്ലസ് 0 പ്ലസ് 2 ഡിവൈഡ് ബൈ n പൈ ഹോൾ ക്യൂബ് ഇൻറ്റു -1/n -1 എന്നത്. See, therefore bn in the value, therefore bn equal to 2 into -1/n plus 1 divided by n pi plus 1 by n pi whole cube into -1/n -1 n equal to 1 2 3 etc. Therefore the Fourier expansion of x equal to sigma n equal to 1 to infinity bn sin n pi x. ഇവിടെ bn ന്റെ വാല്യൂ കൊടുക്കുക, സിഗ്മ n equal to 1 to infinity 2 into -1/n plus 1 divided by n pi 1 divided by n pi whole cube into -1/n -1 sin n pi x. That is equal to 2 ന് പുറത്തെടുക്കുക, 2 into sigma n equal to 1 to infinity -1/n plus 1 divided by n pi plus 1 by n pi cube into -1/n -1 sin n pi x. ഓക്കെ, ഇവിടെ അവസാനിച്ചു. പല ആൾക്കാർ ഈ ബി എന്നിന് വീണ്ടും വാല്യൂ ആ ബി എന്നിൻ്റെ വാല്യൂ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി, അപ്പോൾ പാടില്ല. ഇവിടെ അതുപോലെ സൈൻ n pi x ആണ്. പല ആൾക്കാരും പ്രോബ്ലം ചെയ്യുമ്പോൾ സൈൻ എച്ച് എക്സിൻ്റെ എക്സ്പാൻഷൻ കാണാൻ പറയുമ്പോൾ നിങ്ങൾ അവിടെ കൊണ്ടുപോയിക്കൊണ്ട് ഇവിടെ ഈ സൈനിൻ്റെ പകരം സൈൻ എച്ച് എക്സ് അങ്ങനെ എഴുതി പോകരുത്. f(x) അവിടെ എഴുതാൻ പാടില്ല, അവിടെ എപ്പോഴും സൈനും കോസും മാത്രമേ പാടുള്ളൂ. ഓക്കെ, ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്.
Next assignment, prepare lecture note. Find a Fourier series of f of x equal to x cube minus 1x less than 1 with period p equal to 2. Find a Fourier series expansion of f of x equal to x minus 1 less than x less than 1 with period p equal to 2. Okay. പിന്നെ ഇനി ഇതുപോലത്തെ ഞാൻ കുറച്ചും കൂടി കൂടുതൽ ക്ലാസ് എടുക്കും. മാത്രമല്ല ഇനി വീഡിയോ റെക്കോർഡായിട്ടുള്ള ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച മുതൽ കുറച്ചും കൂടി. ഇപ്പോൾ എപ്പോഴും ഞാൻ ഒറ്റ പ്രോബ്ലം ആയിട്ടാണ്, ഒറ്റ സെക്ഷൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യാറ്. ഇനി മൂന്ന് സെക്ഷനൊക്കെ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും. കാരണം ഇപ്പോൾ നമ്മളൊരു ട്രാക്കിലായിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാവരുടെ അഭിപ്രായം പറയാൻ പറഞ്ഞിരുന്നു. പിന്നെ അതൊന്നും ആരും പറയുന്നില്ല. കുറച്ച് പേര് മാത്രമേ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ പറയാണ്, അതൊക്കെ എല്ലാവരും ഫില്ല് ചെയ്യണം. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് പേര് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്ത കുറേ പേരുണ്ട്. അവരൊക്കെ ഇനി വളരെ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും എൻ്റെ ക്ലാസ് കേട്ടതിന് വളരെ താങ്ക്സ്.